ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നമ്മളിങ്ങനെ പറഞ്ഞിട്ട് 2 മാസത്തോളമായി നമ്മളിങ്ങനെ പറഞ്ഞിട്ട് മാർച്ച് ഏപ്രിൽ മെയ്യിൽ പിന്നെയും ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനാണ് ധ്യാനൂട്ടന്. അപ്പോൾ ധ്യാനൂട്ടനായിട്ട് പാർക്കിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് പാർക്കിലേക്ക് പോവാണ്. ധ്യാനൂട്ടന് വെക്കേഷനായിട്ട് എവിടേക്കും പോവാത്ത കാരണം നമ്മൾ ഇന്ന് പാർക്കിൽ പോവാണ്. എൻ്റെയും ധ്യാനൂട്ടൻ്റെ ഒക്കെ റെഡി ആവൽ കഴിഞ്ഞു. കണ്ണേട്ട അപ്പുറത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഞങ്ങൾ ഇതേപോലെ പുറത്തേക്കൊക്കെ പോയിട്ടാണ്. അപ്പോൾ എന്തായാലും അവന് വെക്കേഷനുമാണ്, അപ്പോൾ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മളെ കുറേ ആയി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ പിന്നെയും നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ചധികം ഗ്യാപ്പ് എടുത്തു കേട്ടോ ഞങ്ങൾ വരാൻ വേണ്ടിയിട്ട്. ഷോർട്സ് ഇടയ്ക്ക് ഇടുന്നുണ്ടായിരുന്നു. ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഇറങ്ങാനായേ. ഞാനിപ്പോൾ അച്ഛനെ കാണിച്ചത്. അച്ഛൻ ഇവിടെ വണ്ടിയൊക്കെ വൃത്തിയാക്കാണ്. നമുക്ക് അച്ഛനെ കാണിക്കാം. ഇതാണ് അച്ഛൻ്റെ അവസ്ഥ. എപ്പോഴാ ശരി, ഞാൻ പോയിട്ട് വരാം. ഹായ്, നമ്മളിന്ന് പാർക്കിൽ പോവാൻ നിൽക്കാണ്. അച്ഛൻ കൊണ്ടിരിക്കട്ടെ. മനയിലേക്ക് പോണ സെയിം റോഡ് തന്നെയാണ് അല്ലേ? നമ്മൾ മുന്നേ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു മനയിലേക്ക് പോകുന്നത്, വരിക്കാശ്ശേരി മനയിലേക്ക് പോകുന്നത്. ആ സെയിം റോഡ് തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കാണാനാണ് കേട്ടോ നമ്മുടെ മനയിലേക്കുള്ള ഗേറ്റ്. ഞാൻ അവിടെ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് അവിടുത്തെ പാടം. നമ്മൾ ഒരിക്കൽ വന്ന സമയത്ത് വീഡിയോ എടുത്ത സമയത്ത് ഈ പാടത്താണ് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ കാണുന്നതാണ്. അതാ ഈ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോയാലാണ് നമ്മുടെ വരിക്കാശ്ശേരി മന. അതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർ എന്തായാലും പോയിട്ട് നമ്മുടെ ചാനലിൽ കാണൂ കേട്ടോ. ഈ പാർക്കിലേക്ക് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കണ്ണായിട്ട് ഈ ഭാഗങ്ങളിലേക്കൊക്കെ പണിക്ക് വന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഈ ഭാഗത്തേക്ക് ആദ്യമായിട്ട് വരുന്നത് തന്നെ. അപ്പോൾ അതൊക്കെ ഞങ്ങളിരുന്ന് ഇങ്ങനെ വണ്ടിയിലിരുന്ന് പറയുമായിരുന്നു കേട്ടോ. പിന്നെ അത് അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ പോണ സ്ഥലത്തിൻ്റെ ഇതാ മണിശ്ശേരി അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ധ്യാനത്തോട് പാർക്ക് എത്താനായിടാന്ന് പറഞ്ഞപ്പോൾ ആളൊരു ചിരി കയറി. അത് ജസ്റ്റ് ഇതിലൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടതാ അവിടെ ഇരുന്ന് ചിരിക്കുകയാണ്. പാർക്ക് എത്താനായി പറഞ്ഞപ്പോൾ ആ സന്തോഷത്തിൽ ആളിരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് കണ്ണേട്ടൻ ജസ്റ്റ് കയറി ചോദിച്ചു പാർക്ക് ചെയ്യാൻ എവിടെ പറ്റുമോ, വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെയാണോ ചോദിച്ചപ്പോൾ തൊട്ടപ്പുറത്താണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ കണ്ണേട്ടൻ ഇപ്പം നമ്മൾ വന്ന വഴി തന്നെയാണ്, നല്ല ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പം ഞാൻ ഇറങ്ങി നിന്നു. കണ്ണേട്ടനും വണ്ടി കൊണ്ടുപോയിടാൻ പോവാണ്. അപ്പോൾ ധ്യാനൂട്ടനും ഒപ്പം പോകണം എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ ബാക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടിയിട്ട് പോവുകയാണ്. ഞാൻ പിന്നെ കയറിയില്ല, അവർ വന്നിട്ട് ഒരുമിച്ച് കയറാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ പുറത്ത് തന്നെ നിന്നു. അങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്താണ് തൊട്ടടുത്ത് തന്നെ കുറച്ച് താറാവുകൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഗേറ്റിൻ്റെ അപ്പുറത്താണ്. അപ്പം ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യത്തിൽ പേടിയാണ്, താറാവിനൊക്കെ പേടിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് തന്നെ വെള്ളത്തിൻ്റെ ആ ഏരിയയിൽ എല്ലാവരും നീന്തലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ വെച്ചെങ്കിൽ നല്ല ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. തിരക്കൊന്നും ഒഴിഞ്ഞതിന് ശേഷം ആ ഭാഗമൊക്കെ വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ അവരിതാ അവിടുന്ന് മെല്ലെ നടന്ന് വരുന്നുണ്ട്. അച്ഛനും മോനും കൂടി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വരുന്നുണ്ട് കേട്ടോ.
പാടാണോ? അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് മനശ്ശേരിയാണ്. മനശ്ശേരി മൈക്ക് എടുത്തിട്ടില്ല, മനശ്ശേരി അവിടെയാണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ മനയിലേക്ക് മനശ്ശേരി മനയുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഇത് മനയിലേക്ക് വരിക എന്നല്ലാണ്ട് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ എന്തൊക്കെ വാട്ടർഫാൾ എന്തൊക്കെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, എത്ര അടുത്തായിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പം ഒന്ന് അതൊന്ന് കാണണം എന്ന് വെച്ചിട്ട് തന്നാണ്. ശനി ഞായർ മാത്രമേ ഉള്ളൂ ഇവിടെ സംഭവം. ഞാനും ആദ്യമായിട്ടാണ് ഇന്ന് ശനിയാഴ്ചയാണ്, ഞാൻ വന്നിട്ടില്ല. പിന്നെ ഇപ്പം നീ വരില്ലല്ലോ. ധ്യാനട്ടിനും ആദ്യമായിട്ടാണ്. എത്ര മണിക്ക് എന്താണ്? 7 മണിക്കാണ്. ഊഞ്ഞാലടിക്കണം, ഊഞ്ഞാലടിക്കാം. അച്ഛാ അടിച്ചതാ, വാ ഇങ്ങോട്ട് വാ. ഞാനെവിടെയെങ്കിലും വീഴും. ഇവിടെ നല്ല വെയില്, തണലത്തേക്ക് പോയിരുന്നു. ഞാനോട്ട് അമ്മേനെ നോക്കടാ. ഇവിടെ ഇരുന്നിട്ട് ഒരു ഇൻട്രോ പറയും നോക്കിയേ. ചെയറുണ്ട്, സൗകര്യമുണ്ട്. ഇങ്ങോട്ട് വാടാ സ്പീഡിലേ. കൈ കൊണ്ട് ഉന്തിട്ട് വന്നോ. പാർക്ക് ഉണ്ട്, പക്ഷെ കണ്ടമാനം നമുക്കിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെ നല്ല ആ ഭാഗം കാണിക്കില്ലേ. അപ്പം നമ്മൾ ഇതാണ് അവിടെ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുത്തത്. അതില് പൊട്ടിയേക്കാണേ, ഒരെണ്ണുള്ളൂ. കുട്ടികളുടെ റൈഡിനെക്കാട്ടി കൂടുതൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളോട്ടാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ അത് നല്ല രസമുണ്ട്, നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കാണെങ്കിൽ അടുത്ത് പോകണം, സ്റ്റെപ്പ് കയറിയിട്ട് മുകളിലേക്ക് പോകാം. താഴത്തേക്കും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ അവിടേക്ക് ആദ്യം പോയിട്ട് പിന്നെ മുകളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുത്തത് അങ്ങോട്ട് പോകാൻ കേട്ടോ. ഒക്കെ പാടത്തിൻ്റെ നമുക്ക് ഇരിക്കുന്ന സമയത്ത് സീനറി ആ പാടമായ കാരണം നല്ല രസമുണ്ടാവും, കാറ്റും ഒക്കെ ആയിട്ട് നല്ല രസമുണ്ടാവും കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ലൈറ്റിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാത്രി ആയാലും ഒന്നുകൂടി നല്ല രസമുണ്ടാവും അവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ താഴത്ത് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതേപോലെ മുകളിലേക്കും കയറിയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. വെള്ളത്തിലിപ്പോൾ ആൾക്കാർ കുറവുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് മുകളിൽ കയറിയപ്പോൾ കണ്ണായിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഏറ്റവും മുകളിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു കാഴ്ച എന്ന് വെച്ചാൽ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. ധ്യാനൂട്ടിന് ഇവിടേക്കൊന്നും വരുമ്പോൾ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് പക്ഷേ നല്ല രസമുണ്ടല്ലോ ഇവിടെ ഇരിക്കാമല്ലോ, അങ്ങനെയാണ്. ധ്യാനൂട്ടിന് വേഗം പോവാ എനിക്കവിടെ ഉരുസി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ആൾ പോകാൻ വേണ്ടി നിൽക്കട്ടെ. ധ്യാനൂട്ടിന് ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല ഇഷ്ടമായിട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴത്ത് ഇറങ്ങിയിട്ടോ.
എന്താ അതിലിരിക്കണ്ട പറഞ്ഞേ? പിടിച്ചിരിക്കട്ടാ. പിടിക്ക്. ഇതൊറ്റയ്ക്ക് ആടാലോ. കുറേ കഴിഞ്ഞപ്പോൾ ധ്യാനുട്ടന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു കേട്ടോ. അവൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഈ കടയിൽ ഐസ്ക്രീമുകൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐസ്ക്രീം ആ കടയിലുണ്ട്, നമുക്ക് പോയി കഴിക്കാമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ പിന്നെ അവിടെ പോയി ഐസ്ക്രീം പിന്നെ കുറച്ച് നേരം ആയല്ലോ വന്നിട്ട്. അപ്പോൾ ഐസ്ക്രീം വാങ്ങി. പിന്നെ അതിൻ്റെ ഒപ്പം അവന് ലേസ് വേണം പറഞ്ഞു. അപ്പോൾ അതും വാങ്ങിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി ഇരുന്ന് ഇരിക്കാം. പിന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ, അപ്പോൾ കാറ്റുകൊണ്ട് ഇരുന്ന് കഴിക്കുക പറഞ്ഞിട്ട് അങ്ങനെ നടന്ന് പോവാണ് കേട്ടോ. പിന്നെ ഇവിടെ കസാരയൊക്കെ ഇട്ടിട്ടുള്ളത് 7 മണിക്ക് പരിപാടി ഉണ്ടെന്ന് അവർ പറഞ്ഞു. അപ്പോൾ അവിടെ കസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കണം, ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അത് അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആദ്യമായിട്ടൊന്നുമില്ല. എത്ര മണിക്കാന്ന് പറഞ്ഞേ? 7 മണിക്ക്. നീ കളിക്കണ്ടോ? നീ കളിക്കണ്ടോ? എന്തില്? എന്താ ആ വട്ടം തിരിയണത് അല്ലേ? ആ ചേച്ചിമാര് കയറിയിട്ടില്ലോ? കയറാട്ടോ. ലേസാടാ. അമ്പിളി മാമേ ശരി തന്നെ. ഓരോ ട്രൈ നീ കഴിച്ചോ? ഇനി വേണ്ട, കുറച്ചല്ലേ ഉള്ളൂ. കുറച്ചെണ്ണം എന്തെങ്കിലും വാങ്ങാട്ടോ. അപ്പൊ ആദ്യം വന്നോടത്ത് നമ്മൾ എത്തിയിരിക്കുകയാണ്. എന്തിന്? ഐസ്ക്രീം ഒക്കെ കഴിക്കല് കഴിഞ്ഞു കേട്ടാ. ധ്യാനുട്ടന്റെ ലേസ് കഴിഞ്ഞിട്ടില്ല. ധ്യാനുട്ടന്റെ ലേസ് കഴിഞ്ഞിട്ടില്ല. ഞാൻ സഹായിക്കണോ? കൊറേ നേരം അവിടെ കളിച്ചുട്ടാ. കൊറേ നേരം അതിലും ഇതിലൊക്കെ കേറി ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോ കുറച്ചൊക്കെ ഇനിയും ധ്യാനുട്ടന് പോണെന്നാ പറയണത്. അറിയാലേ. രാത്രി ആവും തോറും വെള്ളത്തിൻ്റെ ഐറ്റംസൊക്കെ അവർ ഓൺ ചെയ്യാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത് ഓൺ ചെയ്ത സമയത്ത് ധ്യാനട്ട് ഓടിപ്പോയി നോക്കുക എന്താ ഐറ്റം എന്ന് പോയി നോക്കുകയാണ് കേട്ടോ. വെള്ളം നനയാത്തതിൻ്റെ ഒരു സങ്കടം അവന് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി പറയണം അപ്പുറത്തെ ആ വെള്ളത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഭാഗത്തേക്ക് ഞങ്ങൾ അങ്ങനെ പോയില്ല കേട്ടോ. പിന്നെ ഐസ്ക്രീം കഴിക്കുന്ന സമയത്ത് ധ്യാനട്ടം പറഞ്ഞു ഞാൻ അവിടെ ഉള്ള ഒരു റൈഡിൽ കയറിയില്ല, ഇങ്ങനെ കറങ്ങണയിൽ ഞാൻ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആ കറങ്ങണയിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. റൈഡുകൾ വളരെ കുറവായിരുന്നു കേട്ടോ അവിടെ. കുറച്ചും കൂടിയൊക്കെ വേണമായിരുന്നു.
കുറേ നേരം വാശി പിടിച്ചുട്ടാ വെള്ളം നനഞ്ഞേ പറ്റൂ പറഞ്ഞിട്ട്. അവൻ ഇവിടേക്ക് വരാനായിരുന്നില്ല, അപ്പുറത്തെ വെള്ളത്തിൻ്റെ അവിടേക്ക് പോകാനായിരുന്നു താല്പര്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകണം പറഞ്ഞിട്ടായിരുന്നു വാശി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തായാലും പോകണ്ടെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, കാരണം അവിടെ അത്ര സേഫ് അല്ല. അപ്പോൾ അത് കാരണം അങ്ങോട്ട് ഇറങ്ങണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. പിന്നെ ഇവിടെ വെള്ളത്തിൻ്റെ അവിടേക്ക് വേണമെങ്കിൽ കയറിക്കോ പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറിയിട്ട്, അപ്പോൾ അവിടേക്ക് കയറിയപ്പോഴും ഒരുപാട് ഇഷ്ടമായിട്ടോ. ആൾ പിന്നെ ചെറിയും കളിയും സങ്കടമൊക്കെ പോയി, പിന്നെ ഭയങ്കര ഇഷ്ടമായി. ഒരുപാട് എക്സ്പ്രഷൻ വാരി കോരി ഇടുന്നുണ്ടായിരുന്നു അവിടെ കയറിയിട്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ലാസ്റ്റ് എന്തായാലും ഇവൻ്റെ ഇവിടെ വെച്ചിട്ട് എടുത്ത ഫോട്ടോസൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ കുറേ കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി പോന്നു കേട്ടോ. അത് കഴിഞ്ഞ് അവൻ കുറേ നേരം അവിടെ നിന്നിട്ട് പിന്നെ ഇറങ്ങി വന്ന്, പിന്നെ ഞാൻ പറഞ്ഞു 7 മണി വരെ ടൈം ഉള്ളത്, ഇനി കളിക്കേണ്ടടത്തൊക്കെ കളിച്ചോ പറഞ്ഞപ്പോൾ പിന്നെ ആ കുതിരയിൽ കയറിയിട്ട് 2 ആട്ടാടി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ മീനിനെ തീറ്റ കൊടുക്കുക പറഞ്ഞിട്ട് അവിടേക്ക് ഓടിപ്പോയിട്ടോ. എന്നിട്ട് അവിടെ ചെന്നിക്കുമ്പോൾ അത്ര എനിക്കും കണ്ണായിട്ടിനും അതായിട്ടോ, ഇവിടെ അധികം നേരം നിൽക്കണ്ട അങ്ങനെ തോന്നുമായിരുന്നു മനസ്സിൽ. എനിക്ക് ഇങ്ങോട്ട് വെള്ളത്തിൻ്റെ അവിടേക്കൊക്കെ അവനായിട്ട് ഒരുപാട് വെള്ളത്തിൻ്റെ അവിടേക്കൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അധികം നിർത്തിയില്ല. അവനാച്ചെങ്കിൽ ഒരു തിക്കും തിരക്ക്, അങ്ങോട്ട് ഓടണം ഇങ്ങോട്ട് ഓടണം അങ്ങനത്തെ ഉള്ള തിക്കും തിരക്കാണ്. എനിക്ക് അവിടേക്ക് ഫോണായിട്ട് പോയിട്ട് വീഡിയോ എടുക്കാനും പേടിയാണ് കേട്ടോ. കാരണം അവൻ പെട്ടെന്ന് ഓടി വന്ന് നമ്മളൊരു തട്ട് തട്ടുവെച്ചെങ്കിൽ ഫോൺ അങ്ങനെയാണ് അവൻ, നമ്മൾ വിചാരിക്കാത്ത നേരത്താണ് അവൻ ഓടി വന്ന് നമ്മൾ അടുത്ത് നിൽക്കുക അല്ലെങ്കിൽ പിടിച്ച് വലിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അവൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ ഇങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ വരാൻ ഭയങ്കര പേടിയാണ് കേട്ടോ അവൻ്റെ കാര്യത്തിൽ. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് പോകുന്നിട്ട് ഞാൻ പറയായിരുന്നു അധികം നേരം നിൽക്കണ്ട അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ 2 പേര് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒക്കെ ഒന്ന് ഒരു സെറ്റ് 7 മണിയായി പറഞ്ഞിട്ട് ഓടി വരുന്നുണ്ടായിരുന്നു അവിടെ നിന്ന്. അപ്പം ഞാനില്ല സമയമായിട്ടില്ല. അപ്പോൾ ഇതാ കണ്ണടയൊക്കെ വെച്ചിട്ട് പോയിട്ട് അങ്ങോട്ട് ഇതാ വരുന്ന ഒരു മിനിറ്റ്. ധ്യാനോട്ടന് കളിച്ച് മതിയായിട്ടില്ല കേട്ടോ. ധ്യാനോട്ടം ഇവിടെ ഊഞ്ഞാലിലാടെ ഉരുത്തി കളിക്കാൻ പോവുക. ശരിക്കും അവൻ്റെ പിന്നാലെയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങളൊപ്പം അവൻ നടക്കില്ല, അവൻ എവിടേക്കോ പോകണം, അതിൻ്റെ പിന്നാലെ ഞങ്ങൾ നടക്കുകയാണ്. അപ്പോൾ കുറേ കുട്ടികൾ കളിക്കുന്നു കേട്ടോ. ഇവിടെ പോയി തലമുട്ടുണ്ട്. പൂജ 7 മണിക്ക് മുന്നേ തന്നെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ട് അവിടെ ചെന്നിരുന്നു കേട്ടോ. തുടങ്ങുമ്പോൾ തന്നെ കാണണം വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നുമല്ല, നമ്മുടെ ഓരോ അടിച്ചുപൊളി പാട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ വെള്ളം വരിക്കനുസരിച്ച് ചിലപ്പോൾ സ്പീഡ് കുറഞ്ഞിട്ടുള്ള അങ്ങനെ അതിനനുസരിച്ച് ഇങ്ങോട്ട് ഇതാവണതായിരുന്നു കേട്ടോ. ഈ വെള്ളം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കളറിൽ ഇതാവണതായിരുന്നു കേട്ടോ. അപ്പം അതിൽ ഞാൻ പാട്ട് ആഡ് ചെയ്യുന്നില്ല. പാട്ടും കൂടി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എനിക്ക് കോപ്പറേറ്റ് കിട്ടും. അപ്പോൾ അത് കാരണം ഞാൻ പാട്ടായിട്ട് ഷോർട്സ് ആക്കിയിട്ട് ചെയ്യുക, ഇതിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗത്ത് ഞാൻ ട്യൂൺ ഇടുന്നുണ്ട്.
എന്നിട്ട് ഒരു ഫോട്ടോ എടുക്കാറുണ്ട് അവിടെ പോയിട്ട്. കാണാട്ടെ ഫോണില്ലേ കയ്യില്? കാണാനില്ല. നമ്മളപ്പോൾ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ആദ്യം നേരെ വീട്ടിലേക്ക് വരാമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ചും കണ്ട് പോന്നപ്പോൾ കാണേട്ടൻ പറഞ്ഞു അല്ലെങ്കിൽ കഴിച്ചിട്ട് പോവാ പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ കഴിക്കാൻ കയറി. കഴിച്ചത് നമ്മൾ സ്ഥിരം കഴിക്കണം നമ്മുടെ മന്തിയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ണായിട്ട് ഒരു കടയിൽ നിർത്തിയിട്ട് എന്താ വാങ്ങണമെന്ന് ധ്യാനോട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ണായിട്ട് ഐസ്ക്രീം ആട്ടോ, ഐസ്ക്രീം വാങ്ങാൻ പോയതാണ്. അപ്പോൾ അതിലൊരു പഴയകാല ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ണായിട്ട് പറയുമായിരുന്നു. പണ്ട് എന്താ പേര് അതിന്റെ? അവിടെ പോയിട്ട് കഴിക്കാം. ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.